കേരളത്തിലെ ഈ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ശരിക്കൊരു നവോത്ഥാനത്തിൻ്റെ ഒരു പുതിയ മാറ്റത്തിൻ്റെ ഒരു ആവശ്യകത പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിൻ്റെ ഒരു ശബ്ദവുമായിട്ട് അതിൻ്റെ ഒരു ആവേശവും അറിവുമായിട്ട് ആയിരുന്നു ശരിക്കും നമ്മുടെ ഇവിടെ വിമോചന ദൈവശാസ്ത്രം ലിബറേഷൻ തിയോളജി നമ്മുടെ കേരളത്തിൽ വരുന്നത്. അപ്പോൾ ശരിക്കും ഫാദർ കാപ്പനെ പോലുള്ള ആൾക്കാർ, അതേമാതിരി ഡോക്ടർ എം എം തോമസിനെ പോലുള്ള ആൾക്കാർ, അവർ ശരിക്കും അവരുടെ എഴുത്തുകളിലൂടെ അതേമാതിരി പ്രസംഗങ്ങളിലൂടെ അങ്ങനെ പല രീതിയിൽ കലാപരമായിട്ടുമൊക്കെ ആയിട്ട് ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചിട്ട് പറയുകയും പാടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ അറിവിൻ്റെ ഒരു ഉണ്മ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള അന്നത്തെ കാലത്തെ കുറേ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെയുള്ള വിദ്യാർത്ഥികൾ. അപ്പോൾ അവർ ഈ ലിബറേഷൻ തിയോളജിയോടും അതിൽ നടന്നിട്ടുള്ള പല സമരങ്ങളോടും, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം മത്സ്യമേഖലയിൽ നടന്നിട്ടുള്ള ഒരുപാട് സമരങ്ങളുണ്ട്. അപ്പോൾ സിസ്റ്റർ ആലീസിനെ പോലെ, തെർമയെ പോലുള്ള, അതേപോലെ തന്നെ പെട്രീഷ്യയെ പോലുള്ള ഒരുപാട് സിസ്റ്റേഴ്സ് മുന്നോട്ട് വരികയും ഫാദർ കോച്ചിരി അച്ഛനെ പോലുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള സമരങ്ങൾ, അതേമാതിരി തന്നെ നമ്മുടെ തിരുവല്ലയിൽ ഡൈനാമിക് ആക്ഷൻ ഗ്രൂപ്പുകാരുണ്ടാക്കിയിട്ടുള്ള പുതിയ ഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഇങ്ങനെ വന്നു. ഇവരെല്ലാം ശരിക്കും ഒരു ക്രിസ്തുവിൻ്റെ ഒരു സന്ദേശം, അദ്ദേഹം പറഞ്ഞ സ്നേഹത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കുകയും അത് കൂടുതൽ ആഴത്തിൽ ആൾക്കാരിലേക്ക്, അത് സാധാരണ മനുഷ്യരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക് അവരോടൊപ്പം നിൽക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അവരോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള സമയമായിരുന്നു അത്. അപ്പോൾ പ്രത്യേകിച്ച് അതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ഇവരോടൊപ്പം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേമാതിരി ഉപവാസ സമരങ്ങളോ അതേമാതിരി മറ്റുള്ള ഒരു കാര്യങ്ങളോ നടന്നിട്ടില്ല. ഇത് ഒപ്പത്തിനൊപ്പം. അപ്പോൾ ഇത്തരമായിട്ടുള്ള ഭയങ്കര സമരങ്ങൾ നടക്കുന്ന കാലത്ത് ഇതിനെല്ലാം ശരിക്കും ഉത്തേജനങ്ങളും അതേമാതിരി തന്നെ നല്ല ആവേശവും കൊടുത്തുകൊണ്ടുള്ള പാട്ടുകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡൈനാമിക് ആക്ഷൻ്റെ അക്കാലത്തുള്ള പാട്ടുകൾ ഒക്കെ ഭയങ്കര ആവേശം കൊടുക്കുന്നതായിരുന്നു ഈ കാലത്തിൽ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് എന്താ വെച്ചാൽ പെണ്ണമ്മ ഭവൻ, ഡോക്ടർ എം എം തോമസിൻ്റെ ഈ പെണ്ണമ്മ ഭവനിലൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ ഒത്തുകൂടുകയും അവിടെ ഇങ്ങനെ വീണ്ടും പുതിയ പാട്ടുകളൊക്കെ പാടുകയും ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാനും അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം പാട്ടുകൾ അന്ന് ഈ പാടിക്കൊണ്ട് നടന്നിരുന്ന ആൾക്കാർ പോലും, ഇത് പല പാട്ടുകളും ഇങ്ങനെ നമ്മുടെ ഈ പൊതു മാധ്യമങ്ങളിൽ നിന്നോ മറ്റുള്ള മേഖലയിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി. ചിലരുടെ ഓർമ്മകളിൽ മാത്രമാണ് ഇപ്പോൾ ഇതുള്ളൂ. അപ്പോൾ അത് വീണ്ടും അതൊന്ന് ഓർക്കാനും ആ പാട്ടുകളുടെ ആ ഉണ്ടായ സന്ദർഭങ്ങൾ, അതിനെ അത്തരം ആ സംഭവങ്ങൾ ഓർക്കുകയും, അപ്പോൾ ഇന്നും ഇതിനൊരു പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പാടാമെന്നായി എന്നുള്ള ഒരു പുതിയ ഒരു യൂട്യൂബ് ചാനൽ തുറക്കുകയും അങ്ങനെ ഈ പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. ആ സമയത്തൊക്കെ അവരോടൊപ്പം ആ കാലഘട്ടങ്ങളിൽ ഞാനും ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ടിട്ട് കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അന്നത്തെ എൻ്റെ പഴയ പാട്ടുകൾ ഞാൻ അവരുടെ ഈ പാടാമെന്നായി ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാടുകയാണ്. വളരെ സന്തോഷം. അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന അതിൽ സജീവമായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതേമാതിരി ഇത് കേൾക്കുകയും അതേമാതിരി അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കും എൻ്റെ ആശംസകളും അതേമാതിരി ഒരുപാട് നന്മയും നേരുന്നു.